ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഏപ്രിൽ 21 മുതൽ ഏപ്രിൽ 25 വരെയുള്ള കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2023 ഏപ്രിൽ വിജയകരമായി വിക്ഷേപിച്ച കെനിയയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് തൈഫ 1. 2023 ഏപ്രിൽ വിജയകരമായി വിക്ഷേപിച്ച കെനിയയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് തൈഫ 1 ആണ്. സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതിറാവ് ഫുലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതിറാവ് ഫുലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകൻ വാർത്ത വായിച്ച ചാനലാണ് മീഡിയ വൺ. മീഡിയ വണ്ണിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകൻ വാർത്ത വായിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകന്റെ പേരാണ് ഇവാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകനാണ് ഇവാനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകൻ. 2023 ഏപ്രിൽ കേരള ഹൈക്കോടതിയിലെ 37ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് SV ഭട്ടിയാണ്. 2023 ഏപ്രിൽ കേരള ഹൈക്കോടതിയിലെ 37ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് SV ഭട്ടിയാണ്. 2023 രണ്ടാം തവണ സിനിമയാക്കാൻ ഒരുങ്ങുന്ന ടാഗോറിന്റെ കൃതിയാണ് കാബൂളിവാല. 2023 രണ്ടാം തവണ സിനിമയാക്കാൻ ഒരുങ്ങുന്ന ടാഗോറിന്റെ കൃതിയാണ് കാബൂളിവാല. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ സൈനിക ഉപദേഷ്ടാവായി നിയമിതനായത് സന്ദീപ് സിംഗ് ആണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ സൈനിക ഉപദേഷ്ടാവായി നിയമിതനായത് സന്ദീപ് സിംഗ് ആണ് സൈനിക ഉപദേഷ്ടാവായി നിയമിതനായത്. 2023 ഏപ്രിൽ അന്തരിച്ച അബ്ദുൽ അസീം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അബ്ദുൽ അസീസ്. 2023 ഏപ്രിൽ അന്തരിച്ച അബ്ദുൽ അസീസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അബ്ദുൽ അസീസ്. HDFC ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി കൈസാദ് ബറൂച്ച. HDFC ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് കൈസാദ് ബറൂച്ചയാണ് HDFC ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. ആദ്യത്തെ സംസ്ഥാനത്തിന്റെ കറുത്ത വർഗക്കാരനായ ചീഫ് ജഡ്ജിയായി ന്യൂയോർക്ക് സെനറ്റ് നിയമിച്ചത് റോവൻ വിൽസണെയാണ്. ആദ്യത്തെ സംസ്ഥാനത്തിന്റെ കറുത്ത വർഗക്കാരനായി ചീഫ് ജഡ്ജിയായി ന്യൂയോർക്ക് സെനറ്റ് നിയമിച്ചത് റോവൻ വിൻസൺ. 2023 ഏപ്രിൽ സംസ്ഥാന സർക്കാരിന്റെ കർമ്മചാരി പദ്ധതി നടപ്പിലാക്കിയ നഗരമാണ് കൊച്ചി. 2023 ഏപ്രിൽ സംസ്ഥാന സർക്കാരിന്റെ കർമ്മചാരി പദ്ധതി നടപ്പിലാക്കിയ നഗരമാണ് കൊച്ചി. കർമ്മചാരി പദ്ധതി നടപ്പിലാക്കിയ നഗരം കൊച്ചി. വ്യാജ വിത്ത് വിപണിയെ പ്രതിരോധിക്കുന്നതിനായി 2023 ഏപ്രിൽ കേന്ദ്ര കൃഷി മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടലാണ് സാതി. വ്യാജ വിത്ത് വിപണിയെ പ്രതിരോധിക്കുന്നതിനായി 2023 ഏപ്രിൽ കേന്ദ്ര കൃഷി മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടലാണ് സാതി. വ്യാജ വിത്ത് വിപണിയെ പ്രതിരോധിക്കുന്നതിനായി 2023 ഏപ്രിൽ കേന്ദ്ര കൃഷി മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടലാണ് സാതി. ഗാലൻട്രി അവാർഡ് നേടുന്ന ആദ്യത്തെ വനിതാ എയർഫോഴ്സ് ഓഫീസറാണ് ദീപക് മിശ്ര. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് കർണാടക. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനം കർണാടകയാണ്. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് കർണാടക. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ ക്രോമേഡ്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ ക്രോമേഡ്. ആരുടെ ആത്മകഥയാണ്?
മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ ക്രോമേഡ്. സംസ്ഥാന കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിപണിയാണ് കേരള അഗ്രോ. സംസ്ഥാന കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിപണിയാണ് കേരള അഗ്രോ. സംസ്ഥാന കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ വിപണിയാണ് കേരള അഗ്രോ. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് ആകുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായി മാറുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായി മാറുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് ആയി മാറുന്നത്. ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ്. ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനത്തിലാണ് 38ാമതാണ്. കുട്ടികൾക്കുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകാരം നൽകിയ ആദ്യ രാജ്യമാണ് ഘാന. കുട്ടികൾക്കുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഘാന. കുട്ടികൾക്കുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഏതാണ്? ഘാന. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോണ് കൊച്ചി വാട്ടർ മെട്രോ. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോണ് കൊച്ചി വാട്ടർ മെട്രോ. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോണ് കൊച്ചി മെട്രോ. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ്. സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിന് വേദിയാകുന്ന ജില്ലയാണ് കൊല്ലം. സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലമാണ്. സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? കൊല്ലം. ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ജി പ്രിയദർശനാണ്. ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ജി പ്രിയദർശനാണ്. ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ജി പ്രിയദർശനാണ്. അടുത്തിടെ ISRO PSLV 55 നിന്ന് വിക്ഷേപിച്ച സിംഗപ്പൂരിന്റെ ഉപഗ്രഹങ്ങളാണ് ടെലിയോസ് 2ഉം ലൂമിലൈറ്റും. അടുത്തിടെ ISRO PSLV C55 നിന്ന് വിക്ഷേപിച്ച സിംഗപ്പൂരിന്റെ ഉപഗ്രഹങ്ങളാണ് ടെലിയോസ് 2 ലൂമിലൈറ്റും. ISRO അടുത്തിടെ PSLV 55 നിന്ന് വിക്ഷേപിച്ച സിംഗപ്പൂരിന്റെ ഉപഗ്രഹങ്ങളാണ്. ഏതൊക്കെയാണ്? ടെലിയോസ് 2ഉം ലൂമിലൈറ്റും. കാനഡയിലെ ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് കുമാരി. കാനഡയിലെ ഗ്ലോബൽ ടൂറിസം ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് കുമാരി. ലോക മലേറിയ ദിനം 2023 ഏപ്രിൽ 25 തീമാണ് പൂജ്യം മലേറിയ നൽകാനുള്ള സമയം നിക്ഷേപിക്കുക, നവീകരിക്കുക, നടപ്പിലാക്കുക. ലോക മലേറിയ ദിനം 2023 ഏപ്രിൽ 25 തീമാണ് പൂജ്യം മലേറിയ നൽകാനുള്ള സമയം നിക്ഷേപിക്കുക, നവീകരിക്കുക, നടപ്പിലാക്കുക. ശ്രീ നടരാജ സംഗീത സഭ അവാർഡിന് അർഹനായ വ്യക്തിയാണ് തിരുവിഴ S ശിവാനന്ദൻ. ശ്രീ നടരാജ സംഗീത സഭ അവാർഡിന് അർഹനായ വ്യക്തി തിരുവിഴ S ശിവാനന്ദനാണ്. ശ്രീ നടരാജ സംഗീത സഭ അവാർഡിന് അർഹനായ വ്യക്തിയാണ് തിരുവിഴ S ശിവാനന്ദൻ. ഓസ്ട്രേലിയയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരനാണ് രത്തൻ ടാറ്റ. ഓസ്ട്രേലിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരനാണ് രത്തൻ ടാറ്റ. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരിയാണ്. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലയിൽ വരുന്നത് പള്ളിപ്പുറം തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലയിൽ വരുന്നത് പള്ളിപ്പുറം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലയിൽ വരുന്നത് പള്ളിപ്പുറം തിരുവനന്തപുരമാണ്. ബംഗ്ലാദേശിന്റെ 22ാമത്തെ പ്രസിഡന്റായി 2023 ഏപ്രിൽ നിയമിതനായത് മുഹമ്മദ് ഷഹാബുദ്ദീനാണ്.
ബംഗ്ലാദേശിന്റെ 22ാമത്തെ പ്രസിഡന്റായി 2023 ഏപ്രിൽ നിയമിതനായത് മുഹമ്മദ് ഷഹാബുദ്ദീൻ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കറണ്ട് അഫെയർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? ഇതിന്റെ ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.